ഹലോ എവ്രി വൺ. കോർ സെൻറ്റർ ഓഫ് റിഗ്രസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ എന്താണ് കോർഡിനേറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് കോർഡിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൊക്കേഷൻ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ വേർ സംതിങ് ഈസ് എന്ന് പറയുന്നത് എന്നുള്ളത് എന്താണ് എന്ന് പറയുന്നതാണ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. സോ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സ് എന്ത് ചെയ്യുന്നു, എർത്ത് സർഫേസിനകത്തെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് ആ നമ്പേഴ്സ് വഴി നമുക്ക് കാണിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് ഒരു കോർഡിനേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇപ്പം കാലിക്കറ്റിൻ്റെ ലൊക്കേഷൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോർഡിനേറ്റിൻ്റെ വാല്യൂവിനകത്ത് നമുക്ക് പറയാൻ പറ്റും 11 ഡിഗ്രി നോർത്തിനും 75 ഡിഗ്രി ഈസ്റ്റ് ആ ഒരു റേഞ്ചിലാണ് കാലിക്കറ്റ് കിടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ഒരു നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പൊസിഷനെ അല്ലെങ്കിൽ ഒരു ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സംവിധാനത്തെയാണ് കോർഡിനേറ്റ് സിസ്റ്റം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഫറൻസ് ഫ്രെയിംവർക്കാണ്. ജോഗ്രഫിക് ആയിട്ടുള്ള ലൊക്കേഷൻസ് മനസ്സിലാക്കുന്നതിനുള്ള ഒരു റെഫറൻസ് ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ന്യൂമറിക്കൽ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ കാലിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആയിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള കോർഡിനേറ്റ് സിസ്റ്റംസിന് കാർട്ടോഗ്രഫിയിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം കാർട്ടോഗ്രഫി എന്ന് പറയുമ്പം എന്താണ്, ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ഒരു രേഖ തയ്യാറാക്കുകയാണ്. ഓക്കെ, കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, ഒരു ഐഡിയോളജിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കാർട്ടോഗ്രാഫി എന്ന് പറയുന്ന സമയത്ത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് മാപ്പ് മേക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലെ മാപ്പ് മേക്കിങ്ങിൽ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഓരോ പ്ലേസിൻ്റെയും അവിടുത്തെ ഫീച്ചേഴ്സിൻ്റെയും കറക്റ്റായിട്ടുള്ള പൊസിഷൻസ്, അക്യുറേറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കോർഡിനേറ്റ് സിസ്റ്റം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എർത്ത് ഇപ്പം കേർവ്ഡ് ആയിട്ടുള്ളൊരു എർത്ത് സർഫേസിനെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു എർത്ത് സർഫേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഒരു മാപ്പ് പ്രൊജക്ഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ കോർഡിനേറ്റ് സിസ്റ്റംസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം ഡിസ്റ്റൻസ്, ഏരിയ, ഡയറക്ഷൻ തുടങ്ങിയ കാര്യങ്ങളുടെ അക്യുറേറ്റ് ആയിട്ടുള്ളൊരു മെഷർമെൻറ്റ് എടുക്കുന്നതിന് അതിൻ്റെ കാൽക്കുലേഷൻസിനെ നമ്മളെ ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തെക്കുറിച്ച് ഒരു ഡാറ്റാ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഡാറ്റാ സെറ്റ് നമുക്ക് ചിലപ്പം സാറ്റലൈറ്റ് ഇമേജ് ആയിട്ടും അവൈലബിൾ ആയിരിക്കും, സർവേ ഓഫ് ഇന്ത്യയുടെ മാപ്പ്, ടോപ്പോഗ്രാഫിക് മാപ്പായിട്ടും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റാ സെറ്റുകളെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അക്യുറേറ്റ് ആയിട്ട് നമുക്കത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ സ്ഥലങ്ങളുടെ കോർഡിനേറ്റ് സിസ്റ്റം നമ്മളെ സഹായിക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാപ്പിംഗ് ടെക്നിക്സിൽ, അതായത് GIS, റിമോട്ട് സെൻസിങ്, അതുപോലെ തന്നെ GPS നാവിഗേഷൻ തുടങ്ങിയവയിലൊക്കെ തന്നെ ഈ കോർഡിനേറ്റ് സിസ്റ്റംസ് നമുക്ക് വളരെ വലിയൊരു സഹായകരമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് കോർഡിനേറ്റ് സിസ്റ്റം, അതിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റുകൾ എന്തൊക്കെയാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റംസ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് വരുന്നത് സ്ഫിറോയിഡ്, ഡാറ്റം, മാപ്പ് പ്രൊജക്ഷൻ പാരാമീറ്റേഴ്സ്, കോർഡിനേറ്റ് ആക്സസ് ആൻഡ് ഒറിജിൻ ആണ്. അപ്പോൾ ആ എലമെൻറ്റ്സ് നമുക്ക് വളരെ റെഡ്യൂസ് ആക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റം ഈ ഒരു എലമെൻറ്റ്സ് എല്ലാം തന്നെ പരസ്പരം ഒരുമിച്ച് ചേർന്നാൽ മാത്രമാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് അത് വരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് സ്ഫിറോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ ഷേപ്പിനെ റിയൽ ആയിട്ടുള്ള എർത്തിനകത്ത് എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് ഡാറ്റം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കേർവി ആയിട്ടുള്ള ഒരു എലിപ്സോയിഡിൻ്റെ രൂപത്തിലുള്ളതായ ഒരു എർത്ത് സർഫേസിനെ ഒരു ഫ്ലാറ്റ് മാപ്പാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഘടകമാണ് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൺവേർഷന് നമ്മളെ സഹായിക്കുന്ന, അതിൻ്റെ അക്യുറസിയെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നത് പാരാമീറ്റേഴ്സ് ആണ്. ദെൻ എക്സാക്റ്റ് പൊസിഷൻസ് നമ്മളെ ലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ആക്സസ് ആൻഡ് ഒറിജിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് ആണ് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് പ്രവർത്തിക്കുന്നത്. സ്ഫിറോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് ഷേപ്പിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ്. അപ്പോൾ എർത്ത് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് സർക്കിൾ അല്ല, അത് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് ആണ്.
പോളിൻ്റെ ഭാഗങ്ങളിൽ ഫ്ലാറ്റൻഡ് ആണ്. ദെൻ ഇവിടെ നമ്മുടെ ഇക്വേറ്ററിൻ്റെ ഭാഗങ്ങൾ ചെറിയൊരു ബൾജും ഉണ്ട്. സോ എർത്തിൻ്റെ ഷേപ്പിന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ളൊരു കാൽക്കുലേഷനാണ് സ്ഫിറോയിഡ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഫിറോയിഡ് റിയൽ എർത്തിനകത്തേക്ക് ഫിറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന റെഫറൻസ് ആണ് ഡാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അതിൻ്റെ പൊസിഷൻ ആൻഡ് അലൈൻമെൻറ്റിനെ ഫിക്സ് ചെയ്യുന്നത് ഡാറ്റമാണ്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റംസ് ആണ് ഉണ്ടാവുക ഫോർ സെയിം പ്ലേസ്. ഒരു സെയിം പ്ലേസിന് ഡിഫറെൻറ്റ് കോർഡിനേറ്റ്സിൽ ഡിഫറെൻറ്റ് ഡാറ്റംസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കേർവ്ഡ് ആയിട്ടുള്ള എർത്തിനെ ഒരു ഫ്ലാറ്റ് മാപ്പ് ആക്കിയിട്ട് അല്ലേ, ഒരു ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, XY കോർഡിനേറ്റ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദെൻ പ്രൊജക്ഷൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഒരു ആ പ്രൊജക്ഷനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അപ്പം സെൻട്രൽ മെറിഡിയൻ, അതിൻ്റെ സ്റ്റാൻഡേർഡ് പാരലൽസ്, അതുപോലെ തന്നെ X and Y ഡയറക്ഷനിലുള്ള ഷിഫ്റ്റ്, ഇതൊക്കെ തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് അക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രൊജക്ഷൻസ് വരുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ് പ്രൊജക്ഷൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് ഒറിജിൻ എന്ന് പറയുമ്പോൾ ഒരു പൊസിഷൻസ് ലൊക്കേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു റെഫറൻസ് ഗ്രിഡാണ്. ഇപ്പോൾ X ആക്സിസ്, Y ആക്സിസ്, അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെ. അപ്പോൾ അതിനെയാണ് കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഷേപ്പ് ഡിസൈഡ് ചെയ്യുന്നു, അതാണ് സ്ഫിറോയിഡ്. ദെൻ നമ്മൾ അതിനെ കറക്റ്റായിട്ട് റിയൽ ആയിട്ടുള്ള എർത്തിലേക്ക് പ്ലേസ് ചെയ്യുന്നു, അതാണ് ഡാറ്റം എന്ന് പറയുന്നത്. ദെൻ അതിനെ ഫ്ലാറ്റൺ ചെയ്യുന്നു. ആ സർക്കിൾ ആയിട്ടുള്ള ഒരു എർത്ത് സർഫേസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്ലാറ്റൺ ആക്കിയിട്ട് 2 ഡയമെൻഷനിൽ ആക്കിയിട്ടുള്ള ഒരു പ്രൊജക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അവിടെയാണ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഫൈനലി നമ്മൾ ആ പോയിന്റ്സിനെ എർത്ത് സർഫേസിൽ എവിടെയാണ് എന്ന് ആക്സസ് ആൻഡ് ഒറിജിൻ്റെ അടിസ്ഥാനത്തിൽ ലൊക്കേറ്റ് ചെയ്യുന്നു തുടങ്ങിയവയാണ് ഇവിടെ നമ്മൾ നടത്തുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ പർപ്പസ് ആൻഡ് ഇമ്പോർട്ടൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എർത്ത് സർഫേസിനകത്ത് ലൊക്കേഷനെ അക്യുറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ GISനകത്തുള്ള മൾട്ടിപ്പിൾ ഡാറ്റാ സെറ്റുകളുടെ ഇൻ്റഗ്രേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാവിഗേഷൻ, GPS പോലുള്ള സംവിധാനങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. സ്പേഷ്യൽ അനാലിസിസ് ആൻഡ് മാപ്പിങ്ങിന് കോർഡിനേറ്റ് സിസ്റ്റം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മാപ്സിൻ്റെയും ഡാറ്റാ സെറ്റ്സിൻ്റെയും ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യുന്നതും ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 2 കോർഡിനേറ്റ് സിസ്റ്റമാണ് ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റവും പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റവും. ഇതല്ലാതെ പലതരത്തിലുള്ള കോർഡിനേറ്റ് സിസ്റ്റവും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒന്ന് ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റവും പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റവുമാണ്. അപ്പോൾ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് 3 ഡയമെൻഷനൽ ആയിട്ടുള്ള സ്ഫിരിക്കൽ ഓർ എലിപ്സോയിഡൽ സർഫേസിനെയാണ് ഇവരവിടെ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് എർത്ത് സർഫേസിനകത്തെ ഒരു ലൊക്കേഷനെ അല്ലെങ്കിൽ ഒരു പോയിന്റിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഡയമെൻഷനൽ ആയിട്ടുള്ള സ്ഫിരിക്കൽ ഓർ എലിപ്സോയിഡൽ സർഫേസിനെയാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ അത്തരം സംവിധാനങ്ങൾ നമ്മൾ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജോഗ്രഫിക്കകത്തും കാർട്ടോഗ്രഫിക്കകത്തും ഒക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ അതിൻ്റെ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ബേസ്ഡ് ഓൺ 3 ഡയമെൻഷനൽ എലിപ്സോയിഡൽ സർഫേസസ് ആണ്. ദെൻ ആംഗുലാർ മെഷർമെൻറ്റ്സ്, ദാറ്റ് മീൻ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ മെഷേഴ്സ് വരുന്നത്. യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആണ്, ഗ്ലോബൽ ഇൻ നേച്ചർ ആണ് അതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഗ്ലോബൽ ഡാറ്റാ സെറ്റുകൾക്കും നാവിഗേഷൻ സംവിധാനങ്ങൾക്കും ഒക്കെ വളരെയധികം ഉപകാരപ്രദമാണ് ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം. ദെൻ പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് ആയിട്ട് നിലനിൽക്കുന്നത് ഈ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം തന്നെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്ന് ആംഗുലാർ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ആംഗുലാർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഡിഗ്രി, മിനിറ്റ് ആൻഡ് സെക്കൻഡ് ആണ്. ഡെസിമൽ ഡിഗ്രികളാണ്, അതായത് മോഡേൺ GIS സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഡെസിമൽ ഡിഗ്രീസ് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ദസ് ആംഗുലാർ യൂണിറ്റ്സ് റെപ്രസെന്റ് ദ ആംഗിൾ ഫോംഡ് അറ്റ് ദ എർത്ത് സെന്റർ ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഓൺ ഇറ്റ് സർഫേസ് എന്നുള്ളതാണ്.
ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സമയത്ത് ഇക്വേറ്റർ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആയിരിക്കും. ഇവിടെ നിന്നും 90 ഡിഗ്രി നോർത്തിലേക്കും സൗത്തിലേക്കും ഇത് റേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം 0 ഡിഗ്രിക്ക് പാരലായിട്ട് വരുന്ന ഇത്തരം ലൈനുകൾ നമ്മൾ പാരലൽസ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. അപ്പോൾ ഇത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് പാരലൽസ് കിടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇക്വേറ്റർ ഇസ് ദ ഓൺലി ഗ്രേറ്റ് സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ലാറ്റിറ്റ്യൂഡിൽ ഗ്രേറ്റ് സർക്കിൾ ആയിട്ട് വരുന്നത് ഇക്വേറ്റർ മാത്രമാണ്. ബാക്കി എല്ലാ ലാറ്റിറ്റ്യൂഡ്സും സ്മോൾ സർക്കിൾസ് ആണ്. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റന്റ് ആണ്. ഒരു 111 കിലോമീറ്റർ പെർ ഡിഗ്രി ഒക്കെയാണ് ലാറ്റിറ്റ്യൂഡിനകത്ത് വരുന്നത് എന്നുള്ളതാണ്. ഇനി ലോഞ്ചിറ്റ്യൂഡ് ഇതിൻ്റെ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കോമ്പണൻ്റ് ആണ്. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പം ഈസ്റ്റ് ടു വെസ്റ്റ് പ്രൈം മെറീഡിയന് തൊട്ടടുത്തായിട്ട് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് 180 ഡിഗ്രി റേഞ്ചിലാണ് ഇത് വരുന്നത്. അപ്പോൾ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സിനെ നമ്മൾ മെറീഡിയൻസ് എന്നാണ് വിളിക്കാറുള്ളത്. ദ ഗ്രീൻവിച്ച് ഇന്റർനാഷണൽ മെറീഡിയൻ കോൺഫറൻസ് 1884 ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് സെൻറ്ററിലുള്ളതിനെ ഗ്രീൻവിച്ച് ലൈനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാ മെറീഡിയൻസും പോളിനെയും കൂടി കവർ ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, ഈ പോൾ ടു പോളായിട്ടാണ് വരുന്നത്. ഹാഫ് ഓഫ് എ ഗ്രേറ്റ് സർക്കിൾ ആയിട്ടാണ് ഇവർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആവും. ഇക്വേറ്ററിൻ്റെ അകത്ത് മാക്സിമം ഡിസ്റ്റൻസ് ആയിരിക്കും. പോൾഡ് അവിടെ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു 0 ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, പ്രൈം മെറീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനെ മെഷർ ചെയ്തിട്ടാണ് പ്രൈം മെറീഡിയൻ വെക്കുന്നത്. ഇത് ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ചിലൂടെ പാസ് ചെയ്യുന്നതായിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിനെയാണ് നമ്മൾ പ്രൈം മെറീഡിയൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എർത്തിനെ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഈ ഒരു പ്രൈം മെറീഡിയൻ ആണ്. അപ്പം 0 ഡിഗ്രി ആയിട്ടാണ് നിൽക്കുന്നത്. ദെൻ ഇത് 180 ഡിഗ്രി ഇങ്ങോട്ടും 180 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ഇത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡാറ്റം എന്ന് പറയുന്നത് ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്തെ പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ്. കാരണം എർത്ത് സർഫേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മാത്തമാറ്റിക് മോഡലും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് ഡാറ്റം കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്ഫിറോയിഡിനെ ബേസ് ചെയ്ത് നിൽക്കുന്നതാണ്. കോർഡിനേറ്റിൻ്റെ കാൽക്കുലേഷനുള്ളൊരു റെഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡാറ്റമാണ്. ദെൻ പൊസിഷണൽ അക്യുറസി എൻഷുർ ചെയ്യുന്നതും ഡാറ്റമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ ഉപയോഗിക്കുന്നത് WGS 84 ആണ്. ഓക്കെ, അപ്പം ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം WGS 84 ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ദെൻ നോർത്ത് അമേരിക്കൻ ഡാറ്റം 83 എന്ന് പറയുന്ന അതും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതല്ലാതെ ലാറ്റിറ്റ്യൂഡിനും ലോഞ്ചിറ്റ്യൂഡിനും അഡീഷണൽ ആയിട്ട് നമ്മളൊരു തേർഡ് കോർഡിനേറ്റും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് എലിപ്സോയിഡൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് റെഫറൻസ് എലിപ്സോയിഡിൻ്റെ എബോ ആയിട്ടോ ബിലോ ആയിട്ടോ വരുന്ന ഹൈറ്റിനെയാണ് നമ്മൾ എലിപ്സോയിഡൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ഫോർ 3D പൊസിഷനിങ് ആൻഡ് അഡ്വാൻസ്ഡ് ജിയോസ്പേഷ്യൽ ആപ്ലിക്കേഷൻസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത്. ഒരു ജോഗ്രഫിക് കോർഡിനേറ്റ് സംവിധാനം പ്രവർത്തിക്കണമെങ്കിൽ ഇത്രയും കോമ്പണൻസ് അതിൽ ഉണ്ടാവണം. അതായത് പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യണം, എർത്തിൻ്റെ ഷേപ്പിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം, അതിൻ്റെ അക്യുറസി എൻഷുർ ചെയ്യണം, ദെൻ അതിൻ്റെ ലൊക്കേഷനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, സ്ഫിറോയിഡ്, ഡാറ്റം, അതിൻ്റെ യൂണിറ്റ്സ് ഒക്കെ തന്നെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം പൊതുവേ അപ്ലൈ ചെയ്യാറുള്ളത് GPS-ലാണ്. ലൊക്കേഷൻ ട്രാക്കിങ്ങിന് GPS നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ എയർ, സീ ട്രാൻസ്പോർട്ട് പോലുള്ള നാവിഗേഷൻ സംവിധാനങ്ങൾക്ക് ഈ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം സഹായകരമാക്കാറുണ്ട്. ദെൻ അതേപോലെ തന്നെ റിമോട്ട് സെൻസിങ്ങിനും സാറ്റലൈറ്റ് ഇമേജറുകൾക്കും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ദെൻ അതേപോലെ തന്നെ ഗ്ലോബൽ മാപ്പിങ്ങിൻ്റെയും GIS ഡാറ്റയും ഒക്കെ ബേസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ്. ക്ലൈമറ്റ് ആൻഡ് എർത്ത് സ്റ്റഡീസിനും അതുപോലെ തന്നെ പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു റെഫറൻസ് ആയിട്ടും ഈ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം പ്രവർത്തിക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ WGS 84ൻ്റെ ഡാറ്റം അതിനകത്ത് വരുന്ന ഒരു ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട മെറിറ്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എർത്ത് സർഫേസിനകത്തെ ഏത് പോയിന്റിനെയും കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് വെക്കാൻ വേണ്ടി കഴിയും. കാരണം ഗ്ലോബൽ റെഫറൻസ് സിസ്റ്റമാണിത്. ദെൻ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ് ഈ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. കേർവ്ഡ് ആയിട്ടുള്ള ഒരു എർത്ത് സർഫേസിൻ്റെ അക്യുറേറ്റ് ആയിട്ടുള്ള പൊസിഷനിങ്ങിന് നമുക്ക് ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം സഹായകരമാണ്. ദെൻ ഗ്ലോബൽ ഡാറ്റ സെറ്റ് ആൻഡ് മാപ്പിങ്ങിൻ്റെ കൺസിസ്റ്റൻസി ഇത് എൻഷുർ ചെയ്യുന്നുണ്ട്.
ദെൻ അതുപോലെ തന്നെ GPS ആൻഡ് സാറ്റലൈറ്റ് ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ കോമ്പാറ്റിബിൾ ആണ് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇപ്പം സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അകത്തെ വളരെ പ്രോപ്പറായിട്ട് വളരെ കൃത്യമായിട്ട് അതിനകത്ത് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് വരുന്നത്. അത് ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യില്ല. ഇത് സാറ്റലൈറ്റ് GPS ബേസ്ഡ് ഡാറ്റയുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ദെൻ ബ്രേക്സോ സോൺസോ ഇല്ലാത്ത ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്. നമ്മൾ ഈ മറൈൻ ഏവിയേഷൻ ഗ്ലോബൽ സ്റ്റഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നാവിഗേഷന് പ്രധാനമായിട്ടും സ്യൂട്ടബിൾ ആണ് ഈ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ പഠനങ്ങൾ. ആൻഡ് അതുപോലെ തന്നെ ഇത് മാപ്പ് പ്രൊജക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനെ ഡയറക്റ്റ് ആയിട്ട് കാണിച്ചുകൊണ്ടാണ് ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം എർത്ത് സർഫേസിനകത്തെ ഒരു പ്രദേശത്തെ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഡീമെറിറ്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആംഗുലാർ യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പം ഒരു ഡിസ്റ്റൻസ് ആൻഡ് ഏരിയ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നതിന് നമുക്കത് സഹായിക്കില്ല. ഡിഗ്രി, മിനിറ്റ് അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ദെൻ ലോഞ്ചിറ്റ്യൂഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പോളുടെ സൈഡിലേക്ക് പോകുന്തോറും ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അതുകൊണ്ട് തന്നെ സ്പേഷ്യൽ അനാലിസിസിന് അക്യുറേറ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നൊരു വാദം വരുന്നുണ്ട്. ദെൻ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ഫിരിക്കൽ കാൽക്കുലേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ദെൻ ഒരു പ്രൊജക്ഷൻസ് ഇല്ലാതെ ഒരു ഫ്ലാറ്റ് മാപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയില്ല, ഡയറക്റ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല. ഈ ഒരു ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഡാറ്റകൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ജോമെട്രിക് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ ഓവർലേയോ ബഫറിങ്ങോ അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇത് വളരെയധികം അത്ര കണ്ട് ഉപകാരപ്രദമല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള മാപ്പിങ്ങിനും എഞ്ചിനീയറിംഗ് വർക്കുകൾക്കും ഈ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഈ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഇത്രയും പോരായ്മകളെ മാറ്റി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു സിസ്റ്റമാണ് പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് തന്നെ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതായ ഒരു 2 ഡയമെൻഷണൽ ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ a projected coordinate system is a 2-dimensional coordinate system derived from a geographic coordinate system through a mathematical transformation known as map projection, in which positions are represented using linear units എന്നുള്ളതാണ്. ഇവിടെ ലാറ്റിറ്റ്യൂഡിനെയും ലോഞ്ചിറ്റ്യൂഡിനെയും മാപ്പ് പ്രൊജക്ഷൻ്റെ സഹായത്തോടു കൂടി എക്സ് ആൻഡ് വൈ വാല്യൂസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് കേർവ്ഡ് ആയിട്ടുള്ള ഒരു എർത്തിനെ ഫ്ലാറ്റ് സർഫേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ ഉപയോഗിക്കുന്നത് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ആണ്. അത് മീറ്റേഴ്സിലും ഫീറ്റിലും ഒക്കെയാണ് അവരത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആണ് ഉപയോഗിച്ചെങ്കിൽ പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മൾ എക്സ് ആൻഡ് വൈ ആണ് ഉപയോഗിക്കുന്നത്. ദെൻ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഡിഗ്രീസ് ആണ് യൂണിറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മൾ മീറ്റേഴ്സ് ആൻഡ് ഫീറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് എർത്ത് സർഫേസ് എന്ന് പറയുന്നത് കേർവ്ഡ് സർഫേസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും നമ്മൾ വരുത്തുന്നില്ല. പക്ഷേ പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് അതൊരു ഫ്ലാറ്റ് സർഫേസ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് എർത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് സർഫേസസ് ആയിട്ടാണ്. എക്സ് വൈ കോർഡിനേറ്റ്സ് ആണ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡിനും പകരം ഇവിടെ ഉപയോഗിക്കുന്നത്. ദെൻ മാത്തമാറ്റിക്കൽ പ്രൊജക്ഷനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ കേർവി ആയിട്ടുള്ള ഒരു എർത്തിനെ ഫ്ലാറ്റ് സർഫേസ് ആയിട്ട് മാറ്റുന്നത്. അതുപോലെ തന്നെ മാപ്പിനകത്ത് തന്നെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് നടത്താൻ വേണ്ടി കഴിയും എന്നുള്ളതും ഇൻട്രൊഡ്യൂസസ് ഡിസ്റ്റോർഷൻ ഇൻ 1 or more പ്രോപ്പർട്ടീസ് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് മാപ്പ് പ്രൊജക്ഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ ചെറിയൊരു വേരിയേഷൻസ് വരാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ഒരു മെർക്കാറ്റർ പ്രൊജക്ഷനാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് ഷേപ്പാണ് കറക്റ്റ്, പക്ഷേ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്റ്റോർട്ടഡ് ആണ്. നമ്മൾ ആ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കക്കാളും ഒക്കെ വളരെ ലാർജായിട്ട് നമുക്ക് തോന്നുന്നത് പോലെ. സോ ഏതെങ്കിലും ഷേപ്പിലോ ഏരിയയിലോ ഡിസ്റ്റൻസിലോ ഡയറക്ഷനിലോ നമ്മൾ മാപ്പ് പ്രൊജക്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ ഒരു വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതായത് ഇന്നക്യുറേറ്റ് ആയിരിക്കും അതിനകത്തെ ഏതെങ്കിലും ഒരു കാര്യം. കാരണം എർത്ത് എന്ന് പറയുന്നത് റൗണ്ടാണ്, നമ്മളതിനെ ഫ്ലാറ്റ് ആക്കിയിട്ട് മാറ്റുന്ന സമയത്തുള്ളൊരു ബുദ്ധിമുട്ടാണ് അത് വരുന്നത്. ദെൻ പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്തെ പ്രധാനപ്പെട്ട കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം, മാപ്പ് പ്രൊജക്ഷൻ, കോർഡിനേറ്റ് ഗ്രിഡ്, ദെൻ യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്സ് ആണ്.
അപ്പോൾ പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ബേസ് സിസ്റ്റം എന്ന് പറയുന്നത് ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം തന്നെയാണ്. അതായത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. കാരണം ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ എർത്തിൻ്റെ ഷേപ്പ് എലിപ്സോയിഡ് ആയിട്ടും റെഫറൻസ് സിസ്റ്റം ആയിട്ടുള്ള ഡാറ്റവും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എർത്തിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം തന്നെയാണ് എന്നുള്ളതാണ്. ദെൻ ഇത്തരത്തിൽ കേർവ്ഡ് ആയിട്ടുള്ള ഒരു എർത്തിനെ, അതായത് ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളതായ കേർവ്ഡ് ആയിട്ടുള്ള ഒരു എർത്തിനെ ഫ്ലാറ്റ് മാപ്പായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളവിടെ മാപ്പ് പ്രൊജക്ഷൻസ് യൂസ് ചെയ്യും. ദാറ്റ് മീൻ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡിനെ XY കോർഡിനേറ്റ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് മാപ്പ് പ്രൊജക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ദെൻ അടുത്തതായിട്ട് അവിടെ കോർഡിനേറ്റ് ഗ്രിഡ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നു. അതായത് പൊസിഷൻസ് ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള ഗ്രിഡ് സിസ്റ്റമാണിത്. ഇതിനകത്ത് എക്സ് ആൻഡ് വൈ, അതായത് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റിങ്ങുകളും വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തിങ്ങുമാണ്. ഇതിൻ്റെ ഒറിജിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് 0 ആയിരിക്കും ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ മാപ്പിൽ എവിടെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈസ്റ്റിംഗ് ആൻഡ് നോർത്തിങ് എന്ന് പറയുമ്പം ഒരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. അതായത് ഈസ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഈസ്റ്റിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അഥവാ എക്സ് വാല്യൂസ് ആണ് ഈസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് ഹൗ ഫാർ ഈസ്റ്റ് എ പോയിന്റ് ഈസ് എന്നുള്ളതാണ് ഈസ്റ്റിങ്ങിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നോർത്തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ വാല്യൂ ആണ്. അതായത് നോർത്തിലേക്കുള്ള അപ്വേർഡ് ആയിട്ടുള്ള മെഷേഴ്സാണ് നമ്മളവിടെ ഡിസ്റ്റൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോർത്ത് പോയിന്റ് എത്രമാത്രം ദൂരത്താണ് എന്നുള്ളതാണ് നോർത്തിങ്സ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനമായിട്ടും മീറ്റേഴ്സ് ആൻഡ് ഫീറ്റിലാണ് നമ്മൾ മെഷർ ചെയ്യാറുള്ളത്. അപ്പോൾ കോർഡിനേറ്റ് ഗ്രിഡിനകത്ത് വരുന്നതാണ് ഈ എക്സും വൈയും. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റിങ്സ് ആണ്, വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തിങ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. ദെൻ യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ മെഷർ ചെയ്യുന്നത് ഡിഗ്രിയിലല്ല, മറിച്ച് മീറ്റേഴ്സിലും ഫീറ്റിലുമാണ് നമ്മളിവിടെ മെഷർമെൻ്റ് ഒക്കെ നടത്താറുള്ളത്. സോ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം ഒരു റിയൽ വേൾഡ് ലൊക്കേഷനെ ഈ ഒരു പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് കൊടുക്കുന്നു. ദെൻ ആ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം കൊടുത്തിട്ടുള്ളതായ കേർവ്ഡ് ആയിട്ടുള്ള എർത്ത് സർഫേസിനെ മാപ്പ് പ്രൊജക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ അവിടെ എക്സ് ആൻഡ് വൈ പൊസിഷൻസ് അസൈൻ ചെയ്യുന്നു. ദെൻ ഡിസ്റ്റൻസ് ആൻഡ് ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. മീറ്റേഴ്സിലും ഫീറ്റിലും നമ്മൾ മെഷർ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റവും അതിൻ്റെ പ്രൊജക്ഷനും ഗ്രിഡും അതിൻ്റെ യൂണിറ്റ്സും കൂടി ചേർന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പ്രൊജക്ഷൻസ് ആണ് ഈക്വൽ ഏരിയ പ്രൊജക്ഷൻ, കൺഫോമൽ പ്രൊജക്ഷൻ ആൻഡ് ഇക്വിഡിസ്റ്റന്റ് പ്രൊജക്ഷൻ ആൻഡ് അതുപോലെ തന്നെ അസിമുത്തൽ പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. ഈക്വൽ ഏരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏരിയ ഫീച്ചേഴ്സിനെ അക്യുറേറ്റ് ആയിട്ട് പ്രിസർവ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഷേപ്പ്, ആംഗിൾ, സ്കെയിൽ തുടങ്ങിയവയിലൊക്കെ ഡിസ്റ്റോർഷൻസ് വരാൻ സാധ്യതയുണ്ട്. ആൽബേഴ്സിൻ്റെ ഈക്വൽ ഏരിയ കോണിക്കൽ പ്രൊജക്ഷൻ ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഇനി കൺഫോമൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഷേപ്സും അതിൻ്റെ ലോക്കൽ ആംഗിൾസും നമ്മൾ പ്രിസർവ് ചെയ്യും. ഓക്കെ, അവിടെ ഏരിയ ഡിസ്റ്റോർഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മെർക്കാറ്ററും ലാംബേർട്ടും കൺഫോമലും ഇതിനൊരു എക്സാമ്പിൾ ആണ്. ദെൻ ഇക്വിഡിസ്റ്റന്റ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഡിസ്റ്റൻസ് നമ്മളവിടെ പ്രിസർവ് ചെയ്യും, പക്ഷേ അവിടെ ഡിസ്റ്റോർഷൻ ഇൻക്രീസസ് എവേ ഫ്രം സ്റ്റാൻഡേർഡ് ലൈൻസ് ആയിരിക്കും. സിനുസോയിഡലും ഇക്വിഡിസ്റ്റന്റും ഒക്കെയാണ് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദെൻ അസിമുത്തൽ അഥവാ ട്രൂ ഡയറക്ഷൻ പ്രൊജക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ഷൻ ആയിരിക്കും അവിടെ പ്രിസർവ് ചെയ്യുന്നുണ്ടാവുക, പക്ഷേ ഷേപ്പ്, ഡിസ്റ്റൻസ് അതൊക്കെ തന്നെ ഡിസ്റ്റോർഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഈ ഒരു പ്രൊജക്ഷൻസിൻ്റെ ഒരു പ്രത്യേകതകളാണ്. അപ്പോൾ ഇത്തരം പ്രൊജക്ഷൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്ന വളരെ വൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രൊജക്റ്റഡ് കോർഡിനേറ്റിനകത്ത് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു സിസ്റ്റമാണ് യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെർക്കാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എർത്ത് സർഫേസിന് ഒരു 60 ലോഞ്ചിറ്റ്യൂഡിനൽ സോൺസ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെർക്കാറ്റർ ആണ് പ്രധാനമായിട്ടും പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് റെഫറൻസ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു UTMൻ്റെ യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെർക്കാറ്ററിൻ്റെ സംവിധാന പ്രകാരം എർത്ത് സർഫേസിന് എൻ്റെയർ ആയിട്ട് ഒരു 60 സോണായിട്ടും ഓരോ സോണും 6 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ വൈഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്സ് ആയിട്ടാണ്, സോൺസ് ആയിട്ടാണ് ഇത് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇവിടെ ഈസ്റ്റിങ്സ് ആൻഡ് നോർത്തിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം
അതായത് ഈസ്റ്റിൻ്റെ ഡിസ്റ്റൻസും നോർത്തിലെ ഡിസ്റ്റൻസും യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റിംഗ് ആൻഡ് നോർത്തിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ മീറ്റേഴ്സിലാണ് യൂണിറ്റ്സ് ഒക്കെ എടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈ വാല്യൂസ് ആയിട്ടായിരിക്കും തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവ് നമ്പേഴ്സ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫാൾസ് ഒറിജിൻ നമ്മൾ വെക്കാറുണ്ട്. ഓക്കെ, അത് മിക്കവാറും ഇക്വേറ്ററിൻ്റെ അടുത്തായിരിക്കും ഈ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 5 lakh മീറ്ററിൻ്റെ ആ ഒരു വാല്യൂവിന് അടുത്തായിരിക്കും. ഒരു നെഗറ്റീവ് കോർഡിനേറ്റ് വാല്യൂസ് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെൻട്രൽ മെറീഡിയൻ്റെ ഈസ്റ്റേൺ സൈഡിൽ നിന്നും ഒരു ഇക്വേറ്ററിൻ്റെ അടുത്ത് 5 lakh മീറ്റേഴ്സിൻ്റെ ആ ഭാഗത്തു നിന്നാണ് ഈ സിസ്റ്റം ഒരു ഫാൾസ് ഒറിജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ദെൻ ട്രാൻസ്വേഴ്സ് മെർക്കാറ്റർ പ്രൊജക്ഷൻ ആണ് പ്രധാനമായിട്ടും ഇവിടെ യൂസ് ചെയ്യുന്നത്. എല്ലാ സോൺസിനും അതിൻ്റെതായിട്ടുള്ള ഓൺ ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് ഈ സോണ് മാപ്പ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അക്യുറസിയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മാപ്പിംഗ് നമ്മളവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും ട്രാൻസ്വേഴ്സ് മെർക്കാറ്റർ പ്രൊജക്ഷൻ ആണ് പൊതുവേ യൂസ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. ദെൻ ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ലിമിറ്റ്സ് എന്ന് പറയുന്നത് ഒരു 80 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് വരെ ഇത് വർക്കാവൂ. ദെൻ അതിനപ്പുറത്തേക്കുള്ളതിൽ നമ്മൾ പോളാർ സിസ്റ്റംസ് ആണ്, UPS ആണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ UTM എന്ന് പറയുന്നത് ലോക്കൽ മാപ്പിങ്ങിനൊക്കെ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. ടോപ്പോഗ്രാഫിക് മാപ്പിംഗ്, അതുപോലെ തന്നെ അർബൻ പ്ലാനിങ് ആൻഡ് ലാൻഡ് യൂസ് അനാലിസിസിന്, എഞ്ചിനീയറിംഗ് ആൻഡ് സർവേയിങ്ങിന്, GI ബേസ്ഡ് ആയിട്ടുള്ള സ്പേഷ്യൽ അനാലിസിസ്, നാവിഗേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിനൊക്കെ വളരെയധികം സഹായകരമാണ്. അപ്പോൾ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡുമാണ് ഉപയോഗിച്ചെങ്കിൽ പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് ഈസ്റ്റിംഗ് ആൻഡ് നോർത്തിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് ഡിഗ്രീസ് ആണ് ഉപയോഗിച്ചെങ്കിൽ PCSൽ നമ്മൾ മീറ്റേഴ്സ് ആൻഡ് ഫീറ്റ് ആണ് യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. GCSൽ സർഫേസ് എന്ന് പറയുന്നത് കേർവ്ഡ് ആയിരിക്കും, പക്ഷേ PCSൽ അത് ഫ്ലാറ്റ് ആയിരിക്കും. കാരണം നമ്മളവിടെ മാപ്പ് പ്രൊജക്ഷൻസ് യൂസ് ചെയ്തിട്ട് അതിനെ 2 dimensional ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊജക്ഷൻ GCSൽ അവിടെ പ്രൊജക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, സോ അതുകൊണ്ടാണ് അത് കേർവ്ഡ് ആയിട്ട് കാണാൻ വേണ്ടി കഴിയുന്നത്. PCSലാവുമ്പോൾ മാപ്പ് പ്രൊജക്ഷൻ അനിവാര്യമാണ്, കാരണം അതിനെ ഫ്ലാറ്റ് സർഫേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ദെൻ ഇവിടെ ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് GCSൽ വളരെ കോംപ്ലക്സ് ആണ്, പക്ഷേ PCSൽ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിരിക്കും. ദെൻ GPS, ഗ്ലോബൽ മാപ്പിംഗ് തുടങ്ങിയ മേഖലകൾക്ക് വേണ്ടിയിട്ടാണ് GCS കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പം GIS അനാലിസിസിനും സർവേയിങ്ങിനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം GCS എന്ന് പറയുമ്പം ഇത്തരത്തിലായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ദെൻ PCS എന്ന് പറയുമ്പം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഇതിനകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതല്ലാതെ കുറച്ച് കോർഡിനേറ്റ് സിസ്റ്റംസ് ഉണ്ട്. റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇത് 2 dimensional ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. 2 പെർപെൻഡിക്കുലർ ലൈൻസ് ഫോം ചെയ്തിട്ടാണ് ഈ ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് എക്സ് ആക്സിസ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു എക്സ് ആക്സിസും, അതിൻ്റെ ഒരു ഇമേജ് കാണിച്ചാലായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് മനസ്സിലാവുക. ഇതാണ് റെക്ടാങ്കുലർ അഥവാ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസും ഉണ്ട്, അതുപോലെ തന്നെ വൈ ആക്സിസും ഉണ്ട്. അപ്പോൾ ഈ ആക്സസുകൾ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ലെഫ്റ്റ് റൈറ്റ് ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും. അതായത് ഇവിടെ ഓരോ പോയിന്റുകളും നമ്മൾ എഴുതുന്നത് എക്സ് ആൻഡ് വൈ ആയിട്ടായിരിക്കും. എക്സിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ പൊസിഷനും വൈയിൽ അതിൻ്റെ വെർട്ടിക്കൽ പൊസിഷനുമാണ് പറയാറുള്ളത്. ഇപ്പം നോക്കിക്കോളൂ, ഇവിടെ 2, 3 എന്ന് പറയുന്ന ഒരു വാല്യൂ വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 എന്ന് പറയുന്നത് 2 വാല്യൂ, അതായത് 2 യൂണിറ്റ്സ് റൈറ്റ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 യൂണിറ്റ്സ് റൈറ്റിലേക്കും 3 യൂണിറ്റ്സ് മുകളിലേക്കും എന്നുള്ളൊരു അർത്ഥമാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സും വൈയും വാല്യൂസും മീറ്റ് ചെയ്യുന്ന ബോത്ത് ആക്സസുകളും വരുന്നതായിട്ടുള്ള മേഖലയെ വാല്യൂ 0, 0 ആയിരിക്കും ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, 0, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 യൂണിറ്റ്സ് റൈറ്റും 3 യൂണിറ്റ്സ് വെർട്ടിക്കലും ആയിരിക്കും. അപ്പം അടുത്തൊരു കോർഡിനേറ്റ് സിസ്റ്റമാണ് പ്ലാനർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതും 2 dimensional ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഫ്ലാറ്റ് സർഫേസിൽ ലൊക്കേഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാനർ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്ത് വന്ന ഒന്നാണ്. കാർട്ടോഗ്രഫിയിലും GISലും ഒക്കെ വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇവിടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. അതായത് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ആസ് യൂഷ്വൽ ഹൊറിസോണ്ടലും വൈ ആക്സിസ് വെർട്ടിക്കലും ആയിരിക്കും. ഓക്കെ, ദെൻ ഇവിടെ ഈ എക്സ് ആക്സിസും വൈ ആക്സിസും മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒറിജിൻ എന്ന് പറയുന്നത് 0, 0 ആയിരിക്കും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ലൊക്കേഷൻസ് എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈൻ്റെയും പൊസിഷൻസിന് അനുസരിച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യാറുള്ളത്. ഓക്കെ,
അപ്പോൾ ഇതിനകത്ത് സൈനുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് പോസിറ്റീവ് ആണെങ്കിൽ പ്ലസ് ഇൻറ്റു ആയിരിക്കും വരുന്നുണ്ടാവുക. ലെഫ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, -x ആയിരിക്കും. അപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, ദാറ്റ് മീൻ +y ആണ്. ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്, -y ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ദെൻ ഇവിടുത്തെ ക്വാഡ്രൻസ് എന്ന് പറയുന്നത് ഒരു 4 ക്വാഡ്രൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട് ഈ പ്ലെയിനിനെ. ക്വാഡ്രൻറ്റ് 1, 2, അതുപോലെ തന്നെ 3, 4 എന്നിങ്ങനെയാണ്. അപ്പോൾ ക്വാഡ്രൻറ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +x, +y ആണ്. ക്വാഡ്രൻറ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -x ഉം +y ഉം ആണ്. ക്വാഡ്രൻറ്റ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -x ഉം -y ഉം. ക്വാഡ്രൻറ്റ് 4 എന്ന് പറയുന്നത് +x ഉം അതുപോലെ തന്നെ -y ഉം ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനമായിട്ടും എന്താ ഫ്ലാറ്റ് മാപ്പിലേക്ക് എർത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കാറുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ആൻഡ് ഏരിയ കാൽക്കുലേഷന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് ഇപ്പം നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്ലാനർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എക്സും ആൻഡ് വൈ ആക്സിസ് ആണ് ലൊക്കേഷൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. 4 ക്വാഡ്രൻസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് അതൊക്കെ തന്നെ എന്താണ് പൊസിഷൻസ്, കോർഡിനേറ്റ്സിനകത്ത് പൊസിഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. ഇനി വെർട്ടിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ VCS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൻ്റെ ഹൈറ്റോ ഡെപ്തോ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് എക്സ് വാല്യൂ ആയിട്ടാണ് തരാറുള്ളത്. എക്സ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ പൊസിഷൻസ് ആണ്. ഇപ്പം ഹൈറ്റ് എബോ ഗ്രൗണ്ടോ, അല്ലെങ്കിൽ എലവേഷൻ എബോ സീ ലെവൽ, അല്ലെങ്കിൽ സീ ലെവൽ ഡെപ്ത്, അതിൻ്റെ ബിലോ സീ ലെവൽ ഡെപ്ത് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് പൊതുവെ എലിപ്സോയിഡൽ ഹൈറ്റും, അതായത് സ്മോൾ h കൊണ്ട് സൂചിപ്പിക്കുന്ന എലിപ്സോയിഡൽ ഹൈറ്റ്, അതായത് എലിപ്സോയിഡിൽ നിന്നുള്ള ഹൈറ്റും, ദെൻ ഓർത്തോമെട്രിക് ഹൈറ്റ് എന്ന് പറയുമ്പോൾ മീൻ സീ ലെവലിൽ നിന്നുള്ള ഹൈറ്റും മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രധാനമായിട്ടും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എലവേഷൻ മാപ്പിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ 3D GISന് വേണ്ടിയിട്ടോ GPS-ൻ്റെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടോ ആയിരിക്കാം VCS പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇതൊരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. ഇവിടെ എന്താ എക്സ് ആൻഡ് വൈക്ക് പകരം നമ്മൾ ഡിസ്റ്റൻസും ആംഗിളുമാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റേഡിയസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കോമ്പണൻസ് ഉണ്ട്. ദെൻ തീറ്റ എന്ന് പറയുന്ന ഒരു കോമ്പണൻറ്റും ഉണ്ട്. അപ്പോൾ റേഡിയസ് എന്ന് പറയുമ്പം അതിൻ്റെ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നോക്കുന്നത്. ദെൻ തീറ്റ എന്ന് പറയുമ്പം എന്താ ആംഗിൾ ഫ്രം എ റെഫറൻസ് ഡയറക്ഷൻ ആണ് എന്താ തീറ്റ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ തീറ്റ എന്നുള്ളൊരു ഇതാണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആംഗുലർ കോർഡിനേറ്റ് ആണ് തന്നിട്ടുള്ളത്. ഒരു 5-30 ഡിഗ്രിയാണ് ബ്രാക്കറ്റ് തന്നിട്ടുള്ളതെങ്കിൽ ഒറിജിനിൽ നിന്നും 5 യൂണിറ്റ്സ് എവേ ആണ് ഈ സ്ഥലം എന്നുള്ളൊരു അർത്ഥത്തിലായിരിക്കും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടാവുക. 30 ഡിഗ്രി ആംഗിളിൽ ഒറിജിനിൽ നിന്നും 5 യൂണിറ്റ്സ് എവേ ആയിട്ടായിരിക്കും നമ്മളിത് മെഷർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്, എക്സ് ആൻഡ് വൈ അല്ല. സോ നാവിഗേഷന് വേണ്ടിയിട്ടോ റഡാർ സിസ്റ്റമോ സർവേയിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇത് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കോർഡിനേറ്റ് സിസ്റ്റംസ് കൂടി ഉണ്ടെങ്കിലും ജോഗ്രഫി കോർഡിനേറ്റ് സിസ്റ്റവും പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റവുമാണ് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി ഇത്തരത്തിലുള്ള കോർഡിനേറ്റ്സിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കാർട്ടോഗ്രഫിയിൽ. ഒരു ജോഗ്രഫിക്കൽ ഡാറ്റയെ മറ്റൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക്, അതായത് സിസ്റ്റത്തിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അതായത് കൺവേർട്ടിംഗ് ജോഗ്രഫിക് ഡാറ്റ ഫ്രം വൺ കോർഡിനേറ്റ് സിസ്റ്റം ടു അനദർ എന്നുള്ളതിനെയാണ് കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റാ സെറ്റുകൾ യൂസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കും. ഇപ്പോൾ ചില മാപ്പുകൾ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ആയിരിക്കും, ചിലത് XY കോർഡിനേറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോം കോർഡിനേറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള മെത്തേഡ്സും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ടൈപ്സ് ഓഫ് കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രൊജക്ഷൻ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ ഡാറ്റം ട്രാൻസ്ഫോർമേഷൻ ചെയ്യാറുണ്ട്, കോർഡിനേറ്റ് കൺവേർഷൻ ചെയ്യാറുണ്ട്, 2D കാർട്ടീഷ്യൻ ട്രാൻസ്ഫോർമേഷനും ചെയ്യാറുണ്ട്. അപ്പോൾ പ്രൊജക്ഷൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു മാപ്പ് പ്രൊജക്ഷനിൽ നിന്നും മറ്റൊരു മാപ്പ് പ്രൊജക്ഷനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, അതായത് കോർഡിനേറ്റ്സിനെ ഒരു പ്രൊജക്റ്റഡ് സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊജക്ഷൻസിൻ്റെ സ്പേഷ്യൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ GIS ഡാറ്റ മൾട്ടി സോഴ്സ്ഡ് ആയിട്ടുള്ള GIS ഡാറ്റകളാണെങ്കിലുമാണ് ഈ പ്രൊജക്ഷൻ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, ആദ്യം നമ്മൾ പ്രൊജക്റ്റഡ് കോർഡിനേറ്റ്സിനെ ജോഗ്രഫിക് കോർഡിനേറ്റ്സിലേക്ക് മാറ്റും. ദെൻ കൺവേർട്ട് ന്യൂ പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് യൂസിങ് ഫോർവേഡ് ഇക്വേഷൻസ് എന്നുള്ളതാണ് പ്രൊജക്റ്റഡ് ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, ഇപ്പം ഇതാണ് പ്രൊജക്ഷൻസിൻ്റെ ഒരു അൺനോൺ ആയിട്ടുള്ള പ്രൊജക്ഷനിൽ നിന്നും ഒരു പ്രൊജക്ഷനിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇനി ഡാറ്റം ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു ഡിഫറെൻറ്റ് ഡാറ്റത്തിൽ നിന്നാണ് ഡാറ്റാ സെറ്റുകൾ വന്നിട്ടുള്ളതെങ്കിൽ, ഇപ്പം എലിപ്സോയിഡോ അതിൻ്റെ ഒറിജിനൽ ഓറിയൻറ്റേഷനോ ഒക്കെ ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡാറ്റം ഡിഫറൻസ് നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പൊസിഷനിലായിട്ടുള്ള ഇറേഴ്സ്, അതായത് സെവറൽ 100 മീറ്റേഴ്സിൻ്റെ ഒരു ലൊക്കേഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ 100 മീറ്റേഴ്സിൻ്റെ ഒക്കെ ഒരു ചേഞ്ച് അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡാറ്റം ട്രാൻസ്ഫോർമേഷന് നമ്മൾ ഉപയോഗിക്കുന്നത് ജിയോസെൻട്രിക് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. 3D കാർട്ടീഷ്യൻ എന്ന് പറയും. ദെൻ ജോഗ്രഫിക് ഓഫ്സെറ്റുകൾ, മൊളോഡ്നെസ്കി ആൻഡ് അബ്രീജഡ് മൊളോഡ്നെസ്കി മെത്തേഡുകൾ, പോളിനോമിനൽ റിഗ്രഷൻ മെത്തേഡുകളൊക്കെ നമ്മൾ ഈ ഡാറ്റം ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. ദെൻ 2D കാർട്ടീഷ്യൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പ്രൊജക്ഷൻ്റെ ഇത് നമുക്ക് അറിയുന്നില്ല, അൺനോൺ ആണ് എന്നുണ്ടെങ്കിൽ യൂസ്ഡ് വെൻ പ്രൊജക്ഷൻ ഡീറ്റെയിൽസ് ആർ അൺനോൺ ഓർ ഫോർ ജിയോ റെഫറൻസിങ് റാസ്റ്റർ ഡാറ്റ ആണെങ്കിൽ ഇവിടെ കൺഫോമൽ ട്രാൻസ്ഫോർമേഷൻ നടത്തും, അഫൈൻ ട്രാൻസ്ഫോർമേഷൻ, പോളിനോമിനൽ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയവയൊക്കെ നടത്തും. ഇതിന് ആവശ്യമായിട്ടുള്ള ഒരേ ഒരു കാര്യം നമുക്ക് ഗ്രൗണ്ട് കൺട്രോൾ പോയിന്റുകൾ അറിയണം എന്നുള്ളത് മാത്രമാണ് ഒരു നിർബന്ധമായിട്ട് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫോർമേഷൻ ആണ് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കൺവേർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ജോഗ്രഫിക്കൽ നിന്നും പ്രൊജക്റ്റഡ് ആയിട്ടോ, പ്രൊജക്റ്റഡിൽ നിന്നും ജോഗ്രഫിക് ആയിട്ടോ, ജോഗ്രഫിക്കൽ നിന്നും ജിയോസെൻട്രിക് കൺവേർഷനോ, ജിയോസെൻട്രിക് ടു ജോഗ്രഫിക് കൺവേർഷനോ ഒക്കെ തന്നെ നമുക്ക് നടത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ പ്രൊജക്ഷൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോർഡിനേറ്റിൽ നിന്നും മറ്റൊരു മാപ്പ് പ്രൊജക്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ മെർക്കാറ്റർ പ്രൊജക്ഷനിൽ നിന്നും ലാംബേർട്ടിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. ദെൻ ഡാറ്റം ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാറ്റത്തിൽ നിന്നും മറ്റൊരു ഡാറ്റത്തിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാണ്, കോർഡിനേറ്റ്സിനെ ചേഞ്ച് ചെയ്യാണ്. അപ്പം WGS 84 നിന്നും നമ്മുടെ NAD 83 ഡാറ്റത്തിലേക്ക് മാറ്റുന്നത് പോലെ. ഇനി കോർഡിനേറ്റ് കൺവേർഷൻ എന്ന് പറയുമ്പം ഒരു ഫോർമാറ്റ് കോർഡിനേറ്റ്സ് അതിൻ്റെ റെഫറൻസ് സിസ്റ്റംസും ചേഞ്ച് വരാത്ത തരത്തിൽ കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പം ഒരു 11 ഡിഗ്രി 30 മിനിറ്റ്സ് നോർത്തിനെ നമ്മൾ 11.5 ഡിഗ്രി ആയിട്ട് മാറ്റുന്നു എന്നുള്ളത് അതിനൊരു എക്സാമ്പിളാണ്. ഇനി 2D കാർട്ടീഷ്യൻ ട്രാൻസ്ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷനും സൈസും ഓറിയൻറ്റേഷനും ഒക്കെ ആയിരിക്കും, കോർഡിനേറ്റ്സിൻ്റെ പൊസിഷനോ സൈസോ അതിൻ്റെ ഓറിയൻറ്റേഷനോ ഒക്കെ ആയിരിക്കും നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഒരു മൂവിങ് പോയിന്റ് ഒരു 2, 3 ആണെന്നുണ്ടെങ്കിൽ അതിനെ 5 to 7 ആയിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ പ്രൊജക്ഷൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ഷനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഡാറ്റം ട്രാൻസ്ഫോർമേഷനിൽ ഡാറ്റത്തെ തന്നെ ചേഞ്ച് ചെയ്യുന്നു. കോർഡിനേറ്റ് കൺവേർഷനിൽ ഫോർമാറ്റാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഡിഗ്രി, ഡെസിമൽ അങ്ങനെയുള്ളതൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ദെൻ 2D കാർട്ടീഷ്യൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പൊസിഷനോ ഷേപ്പോ തന്നെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് കാർട്ടോഗ്രഫിയുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ഫ്രെയിം വർക്കാണ്. ഇത് എർത്ത് സർഫേസിൻ്റെ സ്പേഷ്യൽ ഫീച്ചേഴ്സിനെ അക്യുറേറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനും അനലൈസ് ചെയ്യുന്നതിനും ഒക്കെ വളരെ സഹായകരമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള കോർഡിനേറ്റ് സിസ്റ്റംസ് നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ മോഡേൺ ആയിട്ടുള്ളൊരു കാർട്ടോഗ്രഫിയിൽ അല്ലെങ്കിൽ ഒരു സ്പേഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഇത്തരത്തിലുള്ള കോർഡിനേറ്റ് സിസ്റ്റത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്.